Hello, Namaskaram. I'm Merin. Welcome to my channel. In this video, we will plastic bottle use a butterfly. If video start the channel, subscribe. Please do subscribe. Subscribe the bell icon press the videos notification. Now, video start. A plastic bottle. This bottle cover we remove it. And then a detail knife use it. This is plain cut it. അതുപോലെ തന്നെ ഈ ബോട്ടം പോർഷനും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബോട്ടിലിന്റെ നടുക്കത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു ബട്ടർഫ്ലൈന്റെ പ്രിന്റ് ഔട്ട് ആണ് വേണ്ടത്. ഇത് നമ്മൾ ഇതിന്റെ മേളിൽ വെച്ചിട്ട് ഇതിന്റെ ട്രേസ് ചെയ്തെടുക്കാനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ട്രേസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ബട്ടർഫ്ലൈന്റെ പടം വരച്ചെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ട്രേസ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത്രയും ഭാഗം നമുക്ക് അധികമാണ്, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കി പോർഷനിൽ നമുക്ക് ഈ ബട്ടർഫ്ലൈനെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർഫ്ലൈ നല്ലതുപോലെ വരച്ചു കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബട്ടർഫ്ലൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അക്രൈലിക് കളേഴ്സാണ്. ബ്ലാക്ക്, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ ആണ് ഈ ഒരു ബട്ടർഫ്ലൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഓറഞ്ച് കളർ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് യെല്ലോ വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഔട്ട്ലൈൻ ചെയ്തേക്കുന്ന ലൈൻസ് എല്ലാം നമുക്ക് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് കളർ നമുക്ക് ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. നല്ല ഒറിജിനാലിറ്റി ആണ് കാണാൻ. ശരിക്കും ഒറിജിനൽ ബട്ടർഫ്ലൈ പോലെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഇതേ രീതിയിൽ ചെറുതും വലുതുമായിട്ട് ബട്ടർഫ്ലൈസ് നമുക്ക് ഇനിയും ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ബട്ടർഫ്ലൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. നല്ലൊരു റിയലിസ്റ്റിക് ലുക്കാണ്. ശരിക്കുള്ളൊരു ബട്ടർഫ്ലൈ പോലെ തന്നെയാണ് ഇത് കാണാൻ. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു കേർവ് സർഫേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിങ്സ് നല്ല രസമായിട്ട് തന്നെ അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്രലിക് കളറൂടെ ആയപ്പോഴത്തേക്ക് നല്ല ഒരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് റൂം ഡെക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാൾസിൽ ഒട്ടിക്കാം, പിന്നെ ഫ്ലവർ വേസിലൊക്കെ നമുക്ക് ഭംഗിക്ക് അവിടെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒട്ടിച്ച് വെക്കാം. ഇതിനൊക്കെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വെറുതെ കളയാതെ ഒരു വട്ടമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.